ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ദേശത്ത് ഒരു പുതിയ ഗവൺമെന്റ് ഫോം ആയിരിക്കുകയാണ്. 79 മിനിസ്റ്റേഴ്സിനോടൊപ്പം ഒരു ക്യാബിനറ്റും ഫോം ആയിരിക്കുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് ഈ പുതിയ ക്യാബിനറ്റിന്റെ വളരെ യങ്ങസ്റ്റ് ഫേസ് ആണ്. അതെ, ഇപ്പോൾ ഉള്ള 73 വയസ്സിനേക്കാളും എല്ലാരേക്കാളും വളരെ കളർഫുൾ ആണ്. ഫാറൂഖ് അബ്ദുള്ളയെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ സ്മിത ഗുപ്തയോട് അതിനുള്ള അനുവാദം ആദ്യം നമുക്ക് ചോദിക്കാം. അനുമതി തന്നിരിക്കുന്നു. ഇന്നത്തെ വിചാരണ തുടങ്ങിക്കോളൂ. വിചാരണ ആരംഭിക്കാം. ആപ്കി അദാലത്തിൽ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയുടെ മേലുള്ള കുറ്റാരോപണം രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് നോൺ സീരിയസ് ആണ് എന്നുള്ളതാണ്. ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കാര്യം മനസ്സിലായി. കുട്ടിക്കാലം മുതലേ താങ്കൾ ഒരു കുസൃതിക്കാരനാണ്. 10ാമത്തെ വയസ്സുള്ളപ്പോൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ട് അച്ഛൻ താങ്കളെ അടിച്ചെന്ന് കേട്ടു. അത് സത്യമാണ്? എന്റെ വീട്ടില് ഏറ്റവും അധികം അടി വാങ്ങുന്നത് ഞാനാ. ഒരു പ്രാവശ്യം ഞാൻ സിഗരറ്റ് വലിക്കുമ്പോൾ അദ്ദേഹം കണ്ടു. ചെറുപ്പത്തിൽ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ സിഗരറ്റ് വലിച്ച വലിയ ആളായെന്നാണ്. അദ്ദേഹം അത് കണ്ടപ്പോൾ എന്നെ എങ്ങനെ അടിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ സിഗരറ്റ് തൊട്ടിട്ടേ ഇല്ല. അപ്പോ ഞാൻ മറ്റൊരു തെറ്റും ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പടികൾ ഇറങ്ങുമ്പോൾ നടുവിലൊരു ജോലിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളെ വിഡ്ഢിന്ന് വിളിച്ചു. എന്റെ പിതാവ് അത് കണ്ടു. പിന്നെ എന്റെ കൈ തട്ടി അദ്ദേഹത്തിന്റെ തൊപ്പിയും താഴെ വീണു. 30 രൂപ ശമ്പളം മേടിക്കുന്ന ആൾ. എന്റെ പിതാവാണെങ്കിൽ പ്രൈം മിനിസ്റ്ററും. അദ്ദേഹം ഒരു വടിയെടുത്ത് അതിനു മുമ്പ് എന്റെ അമ്മയെ ഒരു മുറിയിലിട്ട് അടച്ചു. കാരണം ഒരു അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് മൃദുലമാണ്. എത്ര അടിച്ചുവെന്ന് ചോദിച്ചാ എനിക്കത് പറയാൻ പറ്റില്ല. അദ്ദേഹം പിന്നെ എന്നെ അടിച്ചടിച്ച് ഏകദേശം ഒരു 50 അടി ദൂരത്തേക്ക് കൊണ്ടുപോയി. എന്റെ മൂക്കിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം എന്നെ നന്നായിട്ട് അടിച്ചു. പിന്നെ അവിടുന്ന് എന്നെ വലിച്ചുകൊണ്ടുപോയി ആ ജോലിക്കാരന്റെ കാലിൽ എന്നെ വീഴ്ത്തി ഈ തൊപ്പിയെടുത്ത് അദ്ദേഹത്തിന്റെ തലയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം നിന്റെ ജോലിക്കാരനാണ്, പക്ഷെ അദ്ദേഹത്തെ ചീത്ത പറയാൻ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നു മുതൽ ഇന്ന് വരെ മനുഷ്യരിൽ വ്യത്യാസം കണ്ടിട്ടില്ല. പിന്നെ ആ പാഠം എന്നെ പഠിപ്പിച്ചെന്ന് ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ എന്റെ ശത്രുക്കൾ ഇന്നും പ്രൊപ്പഗാൻഡ ചെയ്യുന്നുണ്ട്. ഫാറൂഖ് അബ്ദുള്ള നോൺ സീരിയസ്. ഫാറൂഖ് അബ്ദുള്ള സബന ആസ്മിയെ വിളിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിളിൽ കറങ്ങുന്നു. ഇത് നിങ്ങളും കേട്ട് കാണും. അദ്ദേഹം ആ ആക്ട്രസിനെ കല്യാണം കഴിച്ചു, അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു. ഒരുപാട് ആളുകൾ അവരെ കൊണ്ട് കഴിയും വിധം ആ രേഖ അവരെ കൊണ്ട് എത്രമാത്രം കുറ്റം പറയാൻ പറ്റുമോ അത്രമാത്രം. ഞാൻ അവരോട് പറഞ്ഞത്, ഒരു റോസാപ്പൂ ഒരു മനുഷ്യൻ മണത്ത് നോക്കിയാൽ അത് പറിച്ചെടുക്കണമെന്ന് ആവശ്യമില്ല. അത് ചെയ്യാതെ തന്നെ നമുക്കതിനെ ആസ്വദിക്കാം. പക്ഷെ എന്റെ ശത്രുക്കൾ എത്ര പേരുണ്ടോ അവർക്ക് വേറെ വഴി അറിയില്ലായിരുന്നു. അതുകൊണ്ട് എത്ര കുറ്റം പറയാൻ പറ്റുമോ അവരിപ്പോഴും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ കുഴിച്ചിടുന്നതുവരെ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ മരിക്കുന്ന ദിവസം അവരെന്നെ ഒരുപാട് ആശംസിക്കും. അപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ദേ നോക്കൂ, നിങ്ങൾക്ക് എനിക്ക് ഭാരതരത്ന പോലെ എന്തെങ്കിലും തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുൻപ് തരൂ. മരിച്ചു കഴിഞ്ഞാൽ വെറും പൂമാല മാത്രം കൊണ്ടുവന്നിടൂ. കാരണം നിങ്ങൾക്കറിയില്ലല്ലോ അവരാ മാല ഇട്ടോ ഇല്ലയോ എന്ന്. നമ്മുടെ നാട്ടിൽ മരിച്ചതിന് ശേഷമേ എന്തെങ്കിലും നൽകൂ. മരിച്ചതിന് ശേഷമേ വന്ന് അഭിനന്ദിക്കൂ. ജീവനോടുള്ളപ്പോൾ അവരെ അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. നിങ്ങൾ നോക്കിക്കോളൂ രജത്, നിങ്ങൾ ജീവനോടെ ഉണ്ടാകും. ഞാൻ കിഴവനായതുകൊണ്ട് നേരത്തെ പോയേക്കാം. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കൂ, ഞാൻ മരിച്ചതിന് ശേഷം അഭിനന്ദനങ്ങളും പൂമാലകളും വന്ന് വീഴും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കൂ ആരെന്നെ അപമാനിച്ചു. അവർ എല്ലായിടത്തും വന്ന് എന്നെ അഭിനന്ദിച്ചു. ഇതുപോലെ മറ്റൊരു ഉദാഹരണം താങ്കളോട് പറയാം. ഈ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയുടെ ലിസ്റ്റിൽ ഈ പേരും ഉണ്ടെന്നാണ് പറയുന്നത്. മല്ലിക ഷെരാവത്ത് എന്നാണ് അവരുടെ പേര്. കൊള്ളാം. ഈ ഫാറൂഖ് എത്ര ഭാഗ്യവാനാണെന്ന് നോക്കൂ. ഇങ്ങനെ പ്രശസ്തരായവർ അവരുടെ പുസ്തകങ്ങളിൽ ഫാറൂഖിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഈ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഫാറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മല്ലിക ഷെറാവത്തിനോട് പറഞ്ഞു.
പിന്നെ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും വിചാരിക്കേണ്ട, മല്ലികയുടെ ഫാനാണ് അദ്ദേഹം. അതുകൊണ്ട് മല്ലിക ഷെറാവത്തിനെ ഡിന്നറിന് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തതാണ്. हजूर, ये न थी मेरी किस्मत कि विसाल यार होता, अगर और जिंदा रहते तो यही इंतजार रहता. മറ്റൊരു കാര്യം കൂടെ കേട്ടിരുന്നു, ഈ പ്രായത്തിലും താങ്കളുടെ സ്റ്റൈൽ ഇതാണെന്ന്. ഒരുപക്ഷെ അടുത്ത് എവിടെയെങ്കിലും ഡിസ്കോ നടക്കുകയാണെങ്കിൽ അവിടെ പോയി ആദ്യം കളിക്കുന്ന വ്യക്തി താങ്കളാണെന്നാണ് പറയുന്നത്. അവിടെ നിങ്ങളുടെ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയേനെ. പിന്നെ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, 72-ാമത്തെ വയസ്സിൽ താങ്കൾക്ക് പെട്ടെന്ന് ഗിറ്റാർ വായിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അതെ, അതായത് എന്റെ സൈഫലി ഗിറ്റാർ പല വർഷങ്ങളായിട്ടുണ്ട്, ഒരു 30-40 വർഷങ്ങളായിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് അവസരം കിട്ടിയാൽ, പിന്നെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാകും. ചില സമയത്ത് ഞാൻ ലോവായിരിക്കും, ആ സമയത്ത് ഞാൻ ഗസൽ കേൾക്കും, അല്ലെങ്കിൽ ഗിറ്റാർ വായിച്ചുകൊണ്ട് റിലാക്സ് ആകും. ഇതിലെന്താ തെറ്റ്? എൻ്റെ മനസ്സിനെ ഗിറ്റാർ വായിച്ചുകൊണ്ട്, അതായത് ഞാൻ വീണ്ടും എങ്ങായാലും അതിലെന്താ തെറ്റ് പറയൂ? അതുകൊണ്ട് ആർക്കാണ് എന്ത് പ്രശ്നം പറയൂ? ഗിറ്റാർ വായിച്ചാൽ ആർക്കാണ് എന്താണ് പ്രശ്നം? അതിലെഴുതിയിരിക്കുന്നത് സെയ്ഫ് അലി ഖാൻ എങ്ങനെയാണോ കരീന കപൂറിന്റെ അടുത്ത് ഗിറ്റാർ വായിക്കുന്നത്, അതുപോലെ താങ്കളുടെ ഇല്ല സാർ, നിങ്ങളൊന്ന് നോക്കൂ. അതായത് അവിടെ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ നിങ്ങൾ നോക്കൂ, അതായത് അദ്ദേഹം സാക്സഫോൺ വായിക്കും. ആര്? ബിൽ ക്ലിന്റൺ. അദ്ദേഹത്തെ എല്ലാവരും ആശംസിക്കും. ഒരു പക്ഷേ ഫാറൂഖ് അബ്ദുള്ള ഗിറ്റാർ വായിച്ചാൽ അദ്ദേഹത്തെ എല്ലാവരും ചീത്ത പറയും. ഞാൻ സിത്താർ വായിച്ചില്ല എന്ന് സന്തോഷപ്പെടൂ. ഒരു സത്യം പറയൂ, ഈ പ്രായത്തിലും താങ്കൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുണ്ടോ, അതോ താങ്കളുടെ പ്രായമാണോ താങ്കളുടെ റൊമാൻറ്റിക്? നോക്ക്, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. വയസ്സിനും റൊമാൻസിനും ഒരു ബന്ധവുമില്ല. 100 വയസ്സായാലും റൊമാൻസ് ചെയ്യാൻ പറ്റും. വയസ്സിനും റൊമാൻസിനും എന്താ ബന്ധം? കണ്ണ് കാണുന്നില്ലെങ്കിൽ കണ്ണട വെച്ച് നോക്കാം, കണ്ണടയില്ലെങ്കിൽ ബൈനാക്കുലർ ഉപയോഗിച്ച് ഞാൻ നോക്കും. ഇതിലൊക്കെ എന്താ ഉള്ളത്? जिंदगी जिंदा दिली का नाम है, मुर्दा दिल क्या खाक जिया करते हैं. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഈ മനോഹരമായ വിചാരണ വീണ്ടും തുടരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അമർ അബ്ദുള്ളയും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്കും അദ്ദേഹത്തിനുമോ? Yes. വ്യത്യാസം ഇതാണ്, ഞാൻ 73, അദ്ദേഹത്തിന് 30. ഇതാണ് വ്യത്യാസം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയുടെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം കുടുംബ രാഷ്ട്രീയം നടത്തുന്നു എന്നുള്ളതാണ്. ഡോക്ടർ സാർ, ഇപ്പോൾ 2 കുടുംബങ്ങളുണ്ട്. അവർക്കാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ പവറും ഉണ്ട്. ഒന്ന് എം കരുണാനിധി, അദ്ദേഹത്തിന്റെ കുടുംബം. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ മകൻ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മരുമകനും ഫാമിലിയിലുള്ള പലരും മിനിസ്റ്റേഴ്സാണ്. രണ്ടാമതായി ഉള്ളത് ഫാറൂഖ് അബ്ദുള്ളയുടെ കുടുംബമാണ്. ഒരു സൈഡിൽ നോക്കിയാൽ താങ്കളുടെ മകൻ മുഖ്യമന്ത്രിയാണ്, താങ്കൾ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററാണ്, പിന്നെ താങ്കളുടെ മരുമകനും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ എലക്ട് ചെയ്ത് കൊണ്ടുവരും. നിങ്ങൾ കാര്യം അവിടെ കൊണ്ടൊന്ന് കയറ്റാൻ പറ്റില്ല. ഒരു ഫിലിം സ്റ്റാറിന്റെ മകനോ മകളോ ആണെങ്കിൽ നിങ്ങളൊന്നും കാര്യമാക്കില്ല, അപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കില്ലേ? ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻഡസ്ട്രി നടത്തും, അദ്ദേഹത്തിന്റെ മകനോ മകൾക്കോ അതിനെക്കുറിച്ച് നല്ല വിവരമുണ്ടാകും. പക്ഷെ ഇവിടെ ഇലക്ഷനിൽ വിജയിച്ചു വേണം വരാൻ. ആരെയും നമുക്ക് കൊണ്ടൊന്നും ഇരുത്താൻ പറ്റില്ല. നിങ്ങൾ ജനങ്ങളോട് വോട്ട് വാങ്ങണം. ജനങ്ങൾ തീരുമാനിച്ചെങ്കിലേ നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് വരാൻ പറ്റൂ. വേറെ വഴിയൊന്നുമില്ല. ഡോക്ടർ സാർ, എങ്ങനെ ഷേഖ് അബ്ദുള്ള സാർ താങ്കളെ കൊണ്ടുവന്നോ? അദ്ദേഹം തെരഞ്ഞെടുത്തതുകൊണ്ടാണ് താങ്കൾ പാർലമെന്റിലേക്ക് വന്നത്. അതുപോലെ താങ്കൾ ഉമറിനെയും കൊണ്ടുവന്നു, അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് നിർത്തി ജയിപ്പിച്ച് പാർലമെന്റിൽ കൊണ്ടുവന്നു. അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ അവരെന്താ ചെയ്യുന്നത്? നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഞാൻ പാർലമെന്റിലേക്ക് 1980-ലാണ് വന്നത്. പിന്നെ ഞാൻ പോളിറ്റിക്സിലേക്ക് വന്നപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, നീ അതിലേക്ക് പോകരുതെന്ന് തെളിച്ചു പറഞ്ഞു. അതെങ്ങനെയുള്ള നദിയാണെന്ന് വെച്ചാൽ, അതിൽ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. ഒന്നുകിൽ ആ നദിക്കനുസരിച്ച് പോണം, അല്ലെങ്കിൽ ആ നദിക്ക് എതിരെ പോണം. ഞാൻ എന്റെ മകനോടും അതാണ് പറഞ്ഞത്. ഞാൻ എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, മോനെ, ഇത് എങ്ങനെയുള്ള സ്ഥലമാണെന്ന് വെച്ചാൽ, കുടുംബം അറിയില്ല, കുട്ടികളെ നോക്കാനേ പറ്റില്ല, ഭാര്യയെ മറക്കും, വീട് മറക്കും, രാവിലെ മുതൽ രാത്രി വരെ നീ അധ്വാനിച്ചാൽ മതിയാകൂ. അവൻ തയ്യാറാണെന്ന് പറഞ്ഞു.
അവന്റെ ലൈൻ അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തു പറയും? കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റൂ? പിന്നെ അവന്റെ കടമകൾ ചെയ്തു, മിനിസ്റ്ററായി. നിങ്ങൾ തന്നെ കണ്ടതല്ലേ, NDA ഗവൺമെന്റിൽ മിനിസ്റ്ററായിരുന്നു. അവന്റെ റെക്കോർഡുകൾ നോക്കൂ. കോമേഴ്സ് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നു, അതുപോലെ ഫോറിൻ മിനിസ്ട്രിയിൽ ചെയ്തു. ഒരു മനുഷ്യനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ വളരും, വിജയിക്കുമെന്നുള്ളത് അവന്റെ കയ്യിലാണോ? പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് കൂടുതലാണ്. എന്റെ അടുത്ത് ഒരു 17 പേരുടെ ലിസ്റ്റ് ഉണ്ട്. മീരാകുമാർ ജഗ്ജീവ് റാമിന്റെ മകളാണ്. സൽമാൻ ഖുർഷിദ് ഫോർമർ രാജപാൽ ഖുർഷിദ് അഹമ്മദിന്റെ മകനാണ്. ദയാനിധിമാരൻ CM കരുണാനിധിയുടെ മരുമകനാണ്. കുമാരി ശൈലജ ചൗധരി ദർബിൽ സിംഗിന്റെ മകളാണ്. GK വാസൻ GK മൂപ്പനാറിന്റെ മകനാണ്. അഴഗിരി കരുണാനിധിയുടെ മകൻ. അജയ് മാക്കൻ ലളിത് മാക്കന്റെ മകനാണ്. ജ്യോതിരാജ് സിന്ധ്യ മാധവരാജ് സിന്ധ്യയുടെ മകനാണ്. ജിതിൻ പ്രസാദിന്റെ മകനാണ്. പർണിത് കൗർ ഫോർമർ ചീഫ് മിനിസ്റ്റർ അമരേന്ദ്ര സിംഗിന്റെ വൈഫാണ്. തുഷാർ ഭായ് ചൗധരി, അമർ സിംഗ് ചൗധരിയുടെ. ഇങ്ങനൊരു വലിയ ലിസ്റ്റ് തന്നെ എന്റെ ഉണ്ട്. അതിനൊരു അവസാനമില്ലേ? 17 എന്ന് പറഞ്ഞില്ലേ? എന്നോട് ഈ കാര്യമൊന്ന് പറയൂ. 543 പേര് അവരുടെ ഈ ലോക്സഭയിലുണ്ട്, 200-ലധികം പേര് രാജ്യസഭയിൽ. ഒരുപക്ഷെ 17 പേര് വന്നു എന്ന് വെച്ച് നിങ്ങൾ എന്തിനാ അത് ഊതി വലുതാക്കുന്നത്? ഇവരെല്ലാം പാരമ്പര്യമായി വരുന്നു എന്ന് അതിൽ സാധാരണ ജനങ്ങളും ഉണ്ടല്ലോ. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ 543 MPമാരുണ്ട്. അതിൽ 206 പേര് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നവരാണ്. അതിൽ നോക്കുകയാണെങ്കിൽ ഒരു 17 പേര് ഈ രീതിയിൽ വന്നവരാണ്. അവരുടെ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ ആരെങ്കിലും രാഷ്ട്രീയത്തിലുള്ളവരാണ് ഇവരെല്ലാവരും. ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെന്ന്. ദൈവാനുഗ്രഹം ഇല്ലാത്തതുവരെ അനുഗ്രഹമാണോ അതോ അച്ഛന്റെ അമ്മയുടെ? അല്ല, ദൈവത്തിന്റെ അനുഗ്രഹം. മാതാപിതാക്കളുടെ അനുഗ്രഹം പിന്നെയാണ് വരാ. ആദ്യം ദൈവത്തിന്റെ അനുഗ്രഹമാണ് വരാ. ദൈവം ആർക്ക് നൽകണമെന്ന് വിചാരിക്കുന്നുവോ ഞങ്ങളുടെ ഇതിൽ ഒന്ന് പറയും. അദ്ദേഹം നൽകുന്ന ആളാണ്, ഞാൻ വാങ്ങുന്ന ആളാണ്. ആർക്ക് വേണ്ടി നൽകുന്നുവോ അത് ആർക്കും വാങ്ങാൻ പറ്റില്ല. ആർക്ക് വേണ്ടി കൊടുക്കുന്നുവോ അത് ആർക്കും നൽകാൻ കഴിയില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലൊരു ഗവൺമെന്റിനെ കാണുന്നത്. അച്ഛൻ, അമ്മ, അമ്മാവൻ, മരുമകൻ, ഇങ്ങനെ എല്ലാവരും ഒരേ ക്യാബിനറ്റിലുള്ളത്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവര് ക്യാബിനറ്റിലാണ്. ഞാൻ അടുത്ത് ഒരു ക്യാബിനറ്റിലാണ് ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ ജോലി വേറെ, എന്റെ ജോലി വേറെ. അതായത് ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് ചോദിക്കാം. ആരാണ് ചോദിക്കാൻ പോകുന്നത്? ഡോക്ടർ സർ, നിങ്ങളുടെ മകൻ ഒമർ അബ്ദുള്ള CM ആയിരുന്ന സമയത്ത് നിങ്ങളൊരു മനോഹരമായ പാട്ട് പാടിയിരുന്നു. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതുപോലൊരു പാട്ട് നിങ്ങൾ ഇവിടെയും പാടണമെന്നാണ്. ആക്ച്വലി അത് ഞാൻ ആ സമയത്ത് വളരെ സന്തോഷവാനായിരുന്നു. അതുകൊണ്ട് പാട്ടുപാടി. എന്റെ മകൻ എന്നെക്കാളും അധികം മുന്നേറി പോകുമെന്ന്. ഇൻഷാ അല്ലാ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് ഞാൻ വീണ്ടും ഒരിക്കൽ വരും. അപ്പൊ ഞാൻ ഫുൾ പാട്ട് പാടാം. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് ഡോക്ടർ സർ? അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ടുള്ള സമയത്ത് താങ്കൾ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു, പക്ഷേ രാഹുൽ ഗാന്ധി അത് സമ്മതിച്ചില്ല. ഇത് കള്ളമാണ്, പൂർണ്ണമായും കള്ളമാണ്. ഞാൻ ആക്ച്വലി മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അന്ന് രാത്രി എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ അത് എന്റെ ജോലിയല്ല എന്ന്. മലകളുടെ മുകളിലേക്ക് കയറാൻ പറ്റില്ല, എനിക്ക് അത്രയും ബലമില്ല. ഒരു 40 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൊണ്ടുപോകാനും ആ കർമ്മം നിർവഹിക്കാനും ഒരു യുവാവിനെയാണ് വേണ്ടത്. പിന്നെ നേരം വെളുത്തതും ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന്. എന്റെ ഭാര്യ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവൾ എന്നോട് ചോദിച്ചു എന്താ ഉറങ്ങാതിരുന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വന്നില്ലെന്ന്. കാരണം ഞാൻ അവളോട് പറഞ്ഞില്ല. എന്റെ മനസ്സിലൊരു കൺഫ്യൂഷൻ നിലനിന്നുകൊണ്ടിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രതീക്ഷക്കൊപ്പം എനിക്ക് ഉയരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പിന്നെ രാവിലെ 8 മണിക്ക് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഇല്ല, ഞാൻ മുഖ്യമന്ത്രി ആവില്ലെന്ന്. പിന്നെ 8:30 മണിക്ക് എന്റെ മകൻ വന്നു. ഞാൻ പറഞ്ഞു ഉമർ, നീയാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന്. നീ ഇത് സ്വീകരിക്കണമെന്ന്. ജനങ്ങൾ കരുതുന്നത് രാത്രി ആരോ ഫോൺ ചെയ്ത് താങ്കൾക്ക് പ്രഷർ ചെയ്തതാണെന്ന്. അതുപോലെയുള്ള എന്തെങ്കിലും? ദേ നോക്കൂ, കഥകൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരുടെയും പകന് ചിലർ ഉപ്പിടും, ചിലർ എരിവിടും, ചിലർ കുരുമുളകിടും, ചിലർ മഞ്ഞപ്പൊടിയിടും. അതങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. താഴെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് വളർന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ജനങ്ങളുടെ ശീലമാണ്. പിന്നെ ഞാനൊരു പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അത് ചിലപ്പം കൂടുതലായിരിക്കാം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അമർ അബ്ദുള്ളയും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്കും അദ്ദേഹത്തിനുമോ? വ്യത്യാസം ഇതാണ്. ഞാൻ 73, അദ്ദേഹത്തിന് 30. ഇതാണ് വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം ഇതാണ്. ഞാൻ ഗോൾഫ് കളിക്കും, അദ്ദേഹം ഗോൾഫ് കളിക്കില്ല. അദ്ദേഹം മോസ്റ്റ്ലി ഡെസ്കിലുള്ള പണിയെ ചെയ്യൂ. പിന്നെ മൂന്നാമത്തെ വ്യത്യാസം ഇതാണ്. അദ്ദേഹത്തിന് യങ് ജനറേഷന്റെ ഹൃദയസ്പന്ദനം അറിയാൻ നന്നായി.
എനിക്ക് വയസ്സായവരുടെ ഹൃദയസ്പന്ദനമാണ് മനസ്സിലാകുക. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ ക്യാബിനറ്റിലുള്ള മിനിസ്റ്ററായ ഫാറൂഖ് അബ്ദുള്ളയോടാണ്. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഒരു ചെറിയ ബ്രേക്ക് നമുക്കെടുക്കാം. ഡോക്ടർ സാർ, താങ്കൾ പറയുന്നത് താങ്കൾ അവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും താങ്കൾ പ്രൊട്ടക്ട് ചെയ്ത്. അതെ, അതായത് താങ്കളെ നിർബന്ധിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരാരാണ്? അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, അത് നമ്മൾ അല്ല, മറക്കുന്ന. ഇവരൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ആപ്കി അദാലത്തിൽ വിചാരണയ്ക്കും ചോദ്യത്തിനും നടുവിലുള്ളത് ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയുടെ മേലുള്ള കുറ്റാരോപണം. തീവ്രവാദികളെ കുറ്റവിമുക്തരാക്കിയത് ഇദ്ദേഹം കാരണമാണ്. ഡോക്ടർ സാർ, ഈ ഇലക്ഷനിൽ വന്ന വലിയൊരു ചർച്ച എന്താണെന്ന് വെച്ചാൽ അസർ മസൂദിനെ കുറിച്ചാണ്. ജസ്വന്ത് സിംഗ് ഫ്ലൈറ്റിൽ കൂട്ടിക്കൊണ്ടുപോയി കാന്തഹാറിൽ വിട്ടിട്ട് വന്നു. പിറ്റേ ദിവസമാണ് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞത്. താങ്കളാണ് അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നിങ്ങൾ ഇത് മറന്നു. മുൻപേ എന്നെക്കൊണ്ട് 5 പേരെ റിലീസ് ചെയ്യിപ്പിച്ചു. നമ്മുടെ VP സിംഗ് സാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത്. താങ്കളോട് ആരെങ്കിലും റിലീസ് ചെയ്യാൻ പറഞ്ഞു? ഞാൻ പറയാം. 5 പേരെ എന്നോട് റിലീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അപ്പോഴും സമ്മതിച്ചില്ല. അവരെ റിലീസ് ചെയ്യല്ലേന്ന് പറഞ്ഞു. പക്ഷേ അവരതൊന്നും ശ്രദ്ധിച്ചില്ല. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് അവർ 2 പേരും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പിന്നെ IK ഗുജ്റാൽ സാർ പ്രൈം മിനിസ്റ്ററായി. ഗുജ്റാൽ സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ. പിന്നെ എനിക്ക് സെക്കൻഡ് ചാൻസ് കിട്ടിയപ്പോൾ ആ സമയത്ത് മൗലാന ആസാദ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക എന്താ സംഭവിച്ചതെന്ന്. ഞാൻ ജസ്വന്ത് സിംഗിനോട്, അദ്വാനി സാറിനോട് അങ്ങനെ ചെയ്യരുതെന്ന് ഒരുപാട് പറഞ്ഞു. ഇതെങ്ങനെ മാറുമെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. അവരോട് ഞാൻ ഒരുപാട് അപേക്ഷിച്ചു. പക്ഷേ ഇതിപ്പോൾ നിങ്ങളോട് പറയുന്നതിന് മാപ്പ് ചോദിക്കുന്നു. മീഡിയ ഈ കാര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് വെച്ചാൽ, നോക്കുകയാണെങ്കിൽ മീഡിയയിൽ ഇത് മാത്രമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. വാജ്പേയിയുടെ വീട്ടിന് മുൻപിൽ റോട്ടിൽ ജനങ്ങൾ തടിച്ചുകൂടി. നമ്മുടെ ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരൂ, അതിന് എന്ത് വേണമെങ്കിലും ചെയ്യൂ. അവരെ മീഡിയയിൽ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് അതാണ് വേണ്ടത്, വേറെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, ഞങ്ങളെ ബന്ധുക്കളെ കൊണ്ടുവരൂ. പിന്നെ മീഡിയ ഇതിന് ഹൈപ്പ് നൽകിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ വേറെ ഓപ്ഷനേ ഇല്ല എന്നാണ്. അവർക്കത് മറക്കാൻ കഴിയുന്നില്ല, അവരെ തിരിച്ചു കൊണ്ടുവരൂ എന്ന്. അത് വളരെ തെറ്റായ കാര്യമാണ്. ഒരുപക്ഷെ ആ സമയത്ത് ആ ഫ്ലൈറ്റിൽ അവരെ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ലോകം തന്നെ ഇങ്ങനെ പറഞ്ഞേനെ, അതായത് ഇന്ത്യ തീവ്രവാദത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണ്, അവർ തീവ്രവാദത്തിന് എതിരായി നിൽക്കുന്നു എന്ന്. പക്ഷെ ഞങ്ങളെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്റെ അറിവിൽ അതിന്റെ പ്രത്യാഘാതം കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ ഒരുപാട് കൂട്ടം വന്നു. ഡോക്ടർ സാർ, താങ്കൾ ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അത് എതിരായി താങ്കൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. അതെ. പക്ഷെ അത് എങ്ങനെയുള്ളൊരു ശക്തിയാണ്? അതായത് ആരാണ് താങ്കളെ നിർബന്ധിച്ചത്? രജത്, നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം എന്തിനാ എന്നെക്കൊണ്ട് ആ പേര് പറയിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ജനങ്ങൾ ഇതിനെക്കുറിച്ച് മറന്നാൽ നന്നായി. പബ്ലിക് അറിയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടല്ലേ? ഞാൻ അവർക്ക് വേണ്ടിയാണ് താങ്കളോട് ചോദിക്കുന്നത്. അപ്പോ NDA ഗവൺമെന്റ്, പിന്നെ NDA ഗവൺമെന്റിൽ ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം, ഹോം മിനിസ്റ്റർ നമ്മുടെ അദ്വാനി സാർ, പിന്നെ ജശ്വന്ത് സാർ ഫോറിൻ മിനിസ്റ്റർ. ഈ തീരുമാനം സ്വീകരിക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും എല്ലാവരും, പ്രൈം മിനിസ്റ്റർ വാജ്പേയി സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതാണ് തീരുമാനിച്ചത്, അവരെ വിട്ടേക്കണമെന്ന്. പക്ഷെ ഞാൻ 3 മണിക്കൂർ മുൻപേ ആ ഓഫീസേഴ്സിനോട് അങ്ങനെ നടക്കില്ലെന്ന് പറഞ്ഞു. ഫോണിൽ പറഞ്ഞു, ഗവർണർ സാർ സക്സേന സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോടും പറഞ്ഞു നിങ്ങൾ ചോദിക്കൂ. സാർ ഇത് വലിയ തെറ്റാകുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ നമ്മൾ ഈ ത്യാഗം ചെയ്തില്ലെങ്കിൽ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് കേട്ടില്ല. പിന്നെ ആ മൗലാന മസൂദ് അസർ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് തീവ്രവാദികളെ പറഞ്ഞു വിടുന്നു. അതിനെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹം ആ രാജ്യവും നശിപ്പിക്കുകയാണ്. ആര് നമുക്ക് വേണ്ടി കുഴി കുഴിച്ചുവോ ഇന്ന് അവർ തന്നെ ആ കുഴിയിൽ വീഴുകയാണ്. തീവ്രവാദം അവരെ തന്നെ ഭക്ഷിക്കുകയാണ്. ഇന്ന് ഓരോ നഗരത്തിലെ ജനങ്ങളോടും അവർ പറയുന്നു രാജ്യം വിട്ടു പോകാൻ.
കാരണം ഞങ്ങൾ വരാൻ പോകുന്നു, ബോംബിടാൻ പോകുന്നു എന്ന് താലിബാൻ ഓപ്പൺ ആയിട്ട് നമ്മളിപ്പോ പറയുന്നു. ദിവസം വായിക്കുന്നുണ്ട് താലിബാൻ ലാഹോറിനെ വിട്ടിട്ട് കറാച്ചിയെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. എല്ലാ അത് നഗരത്തിലെ ദിവസവും പത്രങ്ങളിൽ ജനങ്ങളോടും അവർ പറയുന്നു ഈ രാജ്യം വിട്ടു നിങ്ങൾ പോകൂ എന്ന്. ഇപ്പോൾ ഞങ്ങൾ ഈ നഗരത്തെ ആക്രമിക്കാൻ പോകുന്നുവെന്ന്. ഏത് മൃഗത്തെയാണോ അവർ സൃഷ്ടിച്ചത്, ഇപ്പോൾ ആ മൃഗം തന്നെ അവരെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആപത്ത് ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മാത്രം കരുതരുത് ഈ അപകടം ഇന്ത്യക്ക് മാത്രമാണെന്ന്. മുഴുവൻ ലോകത്തിനും തീവ്രവാദികളെ കൊണ്ട് പ്രശ്നമുണ്ട്. നമുക്കിത് എന്നും ഒരു ചെറിയ പാത്രത്തിൽ മൂടി വയ്ക്കാൻ പറ്റില്ല. അതിന്റെ ലക്ഷ്യം വളരെ വലുതാണ്. ഒരുപക്ഷെ നമ്മൾ ഇതിനെ എതിർത്ത് നിന്നാൽ അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ മാത്രമേ പറയൂ, നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇതിനെതിരെ പോരാടണമെന്ന്. അതുവരെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ഇത് ഈ മുഴുവൻ ലോകത്തിന്റെയും പോരാട്ടമാണ്, ഇന്ത്യയുടെ പോരാട്ടം മാത്രമല്ല. നമ്മൾ ഇത് ഇന്ത്യയുടെ മാത്രം പോരാട്ടമാണെന്ന് വിചാരിക്കരുത്. ഇത് മുഴുവൻ ലോകത്തിന്റെയും പോരാട്ടമാണ്. നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കണമെങ്കിൽ, പിന്നെ അവർക്ക് നല്ലൊരു ജീവിതം നൽകണമെങ്കിൽ, അവർക്ക് സ്വാതന്ത്ര്യം നൽകണമെങ്കിൽ, പിന്നെ ജനിക്കാനിരിക്കുന്നവരെയും സംരക്ഷിക്കണമെങ്കിൽ, ഇവരെല്ലാവരും നന്നായിരിക്കണമെന്ന് വിചാരിച്ചാൽ തീവ്രവാദം നമ്മൾ ഇല്ലാതാക്കണം. മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ സർ, 26/11 മുംബൈ അറ്റാക്കിന്റെ സമയത്ത്, നമ്മുടെ മുംബൈ ആക്രമിച്ച സമയത്ത് നമ്മുടെ പവർ യൂസ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലുള്ള തീവ്രവാദി ക്യാമ്പുകളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടതല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരിക്കേണ്ടത്? ഇതാണ് തീവ്രവാദികളും ആഗ്രഹിച്ചത്. തീവ്രവാദികൾ ഈ യുദ്ധം വലുതാകണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ടാൽ പിന്നെ അവരുടെ ആളുകൾ ഇന്ത്യൻ മിലിറ്ററിക്കൊപ്പം ചേർന്ന് ഒരു ഇസ്ലാമിക ഫ്രണ്ട് സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് സംഭവിച്ചേനെ. എന്റെ അറിവിൽ മൻമോഹൻ സിംഗ് സാർ ഒരു ബുദ്ധിപരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു ചെറിയ ഗവൺമെന്റ് ഇപ്പോൾ വിജയിച്ച് വന്നിരിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്തു വന്നതാ. നമ്മൾ അത് സംരക്ഷിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ വീണ്ടും മിലിറ്ററി റൂളേ വരികയുള്ളൂ. മിലിറ്ററി റൂൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും, ഇപ്പോഴും കാണുന്നുണ്ടാകും. കാരണം ആ സമയത്ത് അദ്ദേഹം വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് നടത്തിയത്. അതിന് ഈ ലോകം തന്നെ പ്രശംസിച്ചിരുന്നു. പക്ഷേ ഇപ്പോ മുമ്പത്തെക്കാളും കൂടുതലായിരിക്കുകയല്ലേ? താലിബാൻ നമ്മുടെ വാതിക്കൽ വരെ എത്തിയിരിക്കുക വന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ഇതും പറയാം, ഇന്ന് ലോകം ഈ അപകടം വീക്ഷിക്കുകയാണ്. പിന്നെ ഇന്ത്യയും ഈ അപകടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ മാത്രം ചിന്തിക്കരുത്, ഇപ്പോ ഒന്നും സംഭവിക്കുന്നില്ലെന്ന്. ഇവർ കഴിയുന്നിടത്തോളം ഈ തീവ്രവാദികൾക്കെതിരായി ഒന്നിച്ചു പോരാടുകയാണ്. ഡോക്ടറെ സാർ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അസർ മസൂദിനെ കാന്തഹാറിലേക്ക് വിടാൻ പോയപ്പോ അപ്പോൾ ധാരാളം പണവും, അതായത് ഫോറിൻ കറൻസിയും ഒപ്പം അതേ ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്തു എന്ന് കേട്ടു. അത് സത്യമാണോ? ആ ഫ്ലൈറ്റിൽ എന്തുണ്ടായിരുന്നു, എന്തു പോയെന്ന് എനിക്കറിയില്ല. അതിൽ 3 തീവ്രവാദികൾ പോയി എന്ന് മാത്രം എനിക്കറിയാം. അതിൽ പണം കൊണ്ടുപോയോ ഇല്ലയോ എന്ന് നിങ്ങൾ ആപ്കി അദാലത്തിലേക്ക് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തണം. പിന്നെ റൂബിയ സയ്യദിനെ കടത്തുന്ന സമയത്ത് നമ്മൾ 5 തീവ്രവാദികളെയാണ് റിലീസ് ചെയ്തത്. അങ്ങനെ ആ 5 തീവ്രവാദികളെ റിലീസ് ചെയ്യാൻ താങ്കളുടെ മേൽ ശരിക്കും പ്രഷർ ചെയ്തു. അത് ആരൊക്കെയാണ് എന്ന് പറയാൻ പറ്റുമോ? ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അത് VP സിംഗിന്റെ ഗവൺമെന്റ് ആയിരുന്നു. അതിൽ മുഫ്തി സാർ, അവരുടെ ഹോം മിനിസ്റ്റർ. എന്റെ തെറ്റ് ഇത് മാത്രമാണ്. അത് ഞാൻ ഇന്നും സമ്മതിക്കുന്നു. ഞാൻ ആ സമയത്ത് എന്റെ രാജിക്കത്ത് അദ്ദേഹത്തിന് നൽകണമായിരുന്നു. ഇതാ പിടിക്കൂ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യൂ. പിന്നെ ഫാറൂഖ് അബ്ദുള്ളക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അതെന്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഞാൻ മരിക്കും വരെ ഈ തെറ്റ് നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ തെറ്റ് തന്നെ താങ്കൾ 2 പ്രാവശ്യം ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ആ തെറ്റ് ചെയ്തു. പക്ഷെ ആദ്യം ആ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴും ചെയ്യില്ലായിരുന്നു. ഇന്ത്യയിൽ താങ്കൾ മാത്രമല്ല, ജമ്മു കാശ്മീരിൽ ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, അല്ല മറ്റുള്ള സ്ഥലത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും അവരെ ഈ കാരണത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്യാൻ പാടില്ലെങ്കിൽ താങ്കൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഇന്ത്യക്കാർ ഇത് അറിയാൻ ഞാൻ എന്താ ആഗ്രഹിക്കുന്നു. വിചാരിക്കുന്നു വെച്ചാൽ, ഇന്നുള്ള ഇന്ത്യൻ ഗവൺമെന്റ് ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ചേർന്ന് അവരോടത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഓർത്തോളൂ, ഇത് ഓട്ടോക്രാറ്റിക് റൂൾ അല്ല, ഇത് ഡെമോക്രസിയാണ്. ഡെമോക്രസിയിൽ പ്രധാനപ്പെട്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. നിങ്ങൾ കാരണമാണ് ഞങ്ങൾ കാരണം നിങ്ങളല്ല. നിങ്ങളാണ് ഞങ്ങളെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളെ ഇല്ലാതാക്കാം. ഒരുപക്ഷെ ആ സമയത്ത് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒന്നിച്ച് ഇല്ലെന്ന് പറഞ്ഞാൽ, നമ്മൾ അവരെ വിടരുതെന്ന് പറഞ്ഞാൽ, ഒരു അമ്മയുടെ മകനും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ നിങ്ങളോടും ഒരു കാര്യം പറയാം. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ അഭിമാനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ സമയത്ത് ഇന്ത്യയിലെ യുവാക്കൾ, ആണും പെണ്ണും വയസ്സായവരും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഞങ്ങൾ ഇത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പോൾ ആ ഗവൺമെന്റ് ആ കാര്യം ചെയ്യില്ല.
സർദാർ സാർ, താങ്കൾ ചോദിക്കും. അതാ ഇവിടെ ഇങ്ങനെ താങ്കൾ വെക്കൂ. തന്നെ. തീർച്ചയായും. ആദ്യം ആ അതെ, സർദാർ സർദാർ സാർ സാറിന് കൊടുക്കൂ. वाहेगुरु जी दा खालसा ते वाहेगुरु जी दी फतेह. സർ, ഇപ്പോൾ നിങ്ങൾ തീവ്രവാദത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പൊതുജനങ്ങളും അതിനെ എതിർക്കണമെന്നാണ്. പക്ഷേ പൊതുജനങ്ങൾ എപ്പോഴും പൊതുജനങ്ങളാണ്. അവർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് സർ? എവിടെ പോയി ചേരാൻ? അതായത് അവരുടെ അടുത്ത് എങ്ങനെയാണ് തീവ്രവാദത്തെ പോയി കുറിച്ചാണ് ചേരുക, സർ? ചോദിക്കുന്നത്. ദേ നോക്കൂ, പൊതുജനം ഒന്നായി കഴിഞ്ഞാൽ അത് എങ്ങനെയുള്ള ശബ്ദമായി മാറുമെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും. പൊതുജനങ്ങൾക്ക് രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ കഴിയും. പൊതുജനങ്ങളെയാണ് ഞങ്ങളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളില്ലാതെ ഞങ്ങളെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഡോക്ടർ സാർ, താങ്കൾ ഇലക്ഷന്റെ സമയത്ത് മാത്രമേ ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാവൂ. അല്ലല്ല, ഞാൻ അതിനുശേഷവും. ശരി സർ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ സർ. എങ്ങനെയാണ് അവരുടെ അടുത്ത് പോകേണ്ടതെന്ന് പറയൂ സർ. ചോദിക്കൂ, ഞാൻ പറയാം. എത്രയോ വഴികളുണ്ട്. ഒരു വഴി, ജനങ്ങൾ ഒന്നാകണം, ഒത്തൊരുമിച്ച് ഒരു വലിയ ജാഥ തന്നെ നയിക്കണം. പിന്നെ മിനിസ്റ്റേഴ്സിന്റെ വസതിയിലേക്ക് പോയി നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾ അവരോട് ചോദിക്കണം, തീവ്രവാദികളെ നിങ്ങൾ എങ്ങനെ മോചിപ്പിക്കുമെന്ന്. ജനങ്ങൾ അവരുടെ വീട്ടിന് മുൻപിൽ കിടന്നാൽ ഉടൻ തന്നെ മീഡിയ അവിടെ എത്തും. ഇന്ന് മീഡിയ വളരെ സ്ട്രോങ് ആണ്. ഇന്ന് മീഡിയയ്ക്ക് ഇങ്ങനെയുള്ള കാര്യം എങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുമെന്നാൽ കസേരകൾ ഇളകാൻ തുടങ്ങും, വീടുകൾ ഇളകാൻ തുടങ്ങും. ഇന്ന് മീഡിയയുടെ കയ്യിലാണ് എല്ലാം. നമ്മൾ മീഡിയയെ ഉണർത്തണം. സർ, എനിക്ക് നിങ്ങളൊന്ന് ചോദിക്കാനുണ്ട്. നിങ്ങൾ NDAയുടെ ഭാഗമായിട്ട് വാജ്പേയി സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് സാറിന്റെ കൂടെയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവർ രണ്ടുപേരുടെയും വ്യക്തിത്വത്തിലെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ സർ? ദേ നോക്കൂ, വാജ്പേയി സർ വളരെ നല്ല തലവനാണ്. ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, പക്ഷേ ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇന്ത്യയോട് സ്നേഹമുണ്ടായിരുന്നു. അത് ഇന്നുമുണ്ട്, അപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവനുള്ളവരെ അതുണ്ടാകും. അതേ സ്നേഹം തന്നെയാണ് മൻമോഹൻ സിംഗ് സാറിനും. പിന്നെ 23 പാർട്ടീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ മൻമോഹൻ സിംഗിന്റെ കഴിഞ്ഞ ഗവൺമെന്റിലും ഒരുപാട് പാർട്ടീസ് ഉണ്ടായിരുന്നു. അതിനെ മാനേജ് ചെയ്യുന്നതും അത്ര എളുപ്പമല്ല. പക്ഷേ രണ്ടുപേർക്കിടയിലും അത്രയ്ക്ക് ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു. ഒരുപക്ഷെ മനുഷ്യർക്കിടയിൽ ആ അക്കോമഡേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, മനുഷ്യർക്കിടയിൽ ആ വിഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അതുകൊണ്ട് എല്ലാറ്റിനെയും മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ വാജ്പേയിയുടെ ഒരു പ്രത്യേകത ഇതാണ്, അദ്ദേഹത്തിന് എല്ലാവരെയും മാനേജ് ചെയ്യാൻ പറ്റും. മൻമോഹൻ സിംഗിന്റെ കാര്യത്തിലും ഇതാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെയും മറ്റുള്ള പാർട്ടീസിനെയും ഇവർ മാനേജ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഡോക്ടർ അബ്ദുള്ളയുടെ മേലുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. താങ്കൾ അസംബ്ലി ഇലക്ഷനിൽ 2 സ്ഥലങ്ങളിൽ മത്സരിച്ചു, 2 സ്ഥലങ്ങളിലും ജയിക്കുകയും ചെയ്തു. പിന്നീട് രാജ്യസഭാ ഇലക്ഷനിൽ താങ്കൾ നിന്നു, അവിടെയും ജയിച്ചു. അതുകൊണ്ടും താങ്കൾ നിന്നില്ല. ഇപ്പോൾ ലോകസഭയിൽ എത്തിയിരിക്കുകയാണ്. താങ്കൾ എവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു ദിവസം ഞാൻ ഇതും കളഞ്ഞ് പ്രസിഡന്റ് പദവിയിൽ പോയിരിക്കും. പിന്നെ നിങ്ങൾ ഞാൻ പ്രസിഡന്റ് ആയി എന്ന് പറയും. ആപ്കി അദാലത്തിൽ ഇന്ന് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഓവർ അംബീഷ്യസ് ആണ് എന്നുള്ളതാണ്. ഡോക്ടർ സാർ, എപ്പോഴും താങ്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ധാരാളം ആംബിഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് ഇത്രയും വലിയ മനുഷ്യന് ഒരു ചെറിയ മിനിസ്ട്രിയാണ് നൽകിയതെന്നാണ്. അതായത് ഇവിടുത്തെ പ്രശ്നം ഇതാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതായത് ഈ മിനിസ്ട്രി എല്ലാത്തിനേക്കാളും വളരെ പ്രധാനമാണ്. കാരണം ഇവിടെ ഒരു സമയം വരാൻ പോകുന്നു, ഇവിടെയുള്ള എനർജി എല്ലാം കാലിയാകാൻ പോകുന്നു. പെട്രോളിയം ആകട്ടെ, കോൾ ആകട്ടെ, നമുക്കൊരിക്കലും കാലിയാകാത്ത എനർജിയെ നോക്കി പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസിൽ എല്ലാറ്റിനേക്കാളും അധികമായ ഈ എനർജി നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇതിനു മാത്രമേ നാളത്തെ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയൂ. മിനിസ്റ്റേഴ്സിന്റെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ രാജ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ മിനിസ്ട്രി ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 65,000 കോടി. ഗുലാം നബി ആസാദ്, അദ്ദേഹം ഹെൽത്ത് മിനിസ്റ്ററാണ്, ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 18,500 കോടി. GK വാസൻ ഷിപ്പിംഗ് 24,000 കോടി ബഡ്ജറ്റ്. പ്രഫുൽ പട്ടേൽ സിവിൽ ഏവിയേഷനാണ്, 10,000 കോടിയാണ് ബഡ്ജറ്റ്. പക്ഷേ താങ്കളുടെ മിനിസ്ട്രി നോക്കുകയാണെങ്കിൽ 1,268 കോടിയാണ് ബഡ്ജറ്റ്. അതും ചെലവായിട്ടില്ല.
ഒരുപക്ഷെ ഒരു മനുഷ്യൻ ചെലവാക്കാൻ തയ്യാറാണെങ്കിൽ, അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ആ ബഡ്ജറ്റും വളരും. ബഡ്ജറ്റ് സ്റ്റോപ്പാകുന്ന വിധത്തിൽ ഒന്നും തന്നെയില്ല. ജോലി ചെയ്യണം. പക്ഷേ ഡോക്ടർ സാർ, താങ്കളുടെ ഉള്ളിൽ എത്രത്തോളം എനർജി ഉണ്ടോ അത് കാണുമ്പോൾ താങ്കൾക്ക് തോന്നിയില്ലേ താങ്കൾക്ക് എങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ലഭിക്കണമെന്ന്? അതിൽ എനർജി ഉണ്ടായിരിക്കണം, ഫോറിൻ മിനിസ്ട്രി ഉണ്ടായിരിക്കണം, കോമേഴ്സ് മിനിസ്ട്രി ഉണ്ടായിരിക്കണം. ഇതൊക്കെ കിട്ടിയിരുന്നത് ശരിക്കും perform അല്ല രജത്, ചെയ്യാമായിരുന്നില്ലേ? ഈ മിനിസ്ട്രിയെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ ഇതിൽ പെർഫോം ചെയ്യാൻ അനുവദിക്കൂ. ഞാൻ ഇതിൽ നന്നായി പെർഫോം ചെയ്താൽ വേറൊരു മിനിസ്ട്രി വരും. ഇതിലെന്താ ഉള്ളത്? ഒന്നും നിരന്തരമല്ല. ഇപ്പൊ ജനങ്ങളൊക്കെ പേപ്പറിൽ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് ഗോബർ ഗ്യാസ് മിനിസ്ട്രിയാണ് കൊടുത്തത്. ന്യൂസ് പേപ്പറിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകളുമുണ്ട്. അവരായിരിക്കും ഇത് എഴുതിയിരിക്കുക. ഇപ്പൊ ഞാൻ അവരുടെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എന്തറിയും? ഗോബർ ഗ്യാസിനും ഒരു സമയത്ത് പ്രചാരമുണ്ടാകും. എല്ലാം കാലിയാകും. കോളും ഉണ്ടാകില്ല, ഓയിലും ഉണ്ടാകില്ല. നമ്മൾ ഗോബർ ഗ്യാസ് ഉപയോഗിച്ച് മോട്ടോർ സൈക്കിൾ ഓടിക്കും, ട്രെയിൻ ഓടിക്കും, ഈ സൂര്യകിരണങ്ങൾ ഉപയോഗിച്ച് കപ്പൽ ഓടിക്കും. നമ്മുടെ വീടുകളിലും ഇതിലൂടെ പവർ സപ്ലൈ ലഭിക്കും. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തില്ലെന്നാണ്. അദ്ദേഹത്തിന്റെ സ്ട്രക്ചറിനനുസരിച്ചുള്ള മിനിസ്ട്രി അദ്ദേഹത്തിന് നൽകിയില്ലെന്നാണ്. നോക്കൂ, ഞാൻ ഭാഗ്യവനായതുകൊണ്ടാണ് ഈ മിനിസ്ട്രി എനിക്ക് ലഭിച്ചത്. കാരണം ഇതാരും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല. ഞാൻ ഇതൊരു ചാലഞ്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ പോകും. ഞാൻ കസേരയും മുറുക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കൂട്ടത്തിലുള്ള ഒരു ആളല്ല. പോകാൻ പറഞ്ഞാൽ ഞാൻ കൈകൂപ്പി മിണ്ടാതെ പോകും. താങ്കളുടെ ആഗ്രഹം എന്താണ്? ഈ മിനിസ്ട്രി തന്നെ തുടരാനാണോ അതോ വേറെ വല്ല മിനിസ്ട്രി? എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നതാണ്. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു, താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് രാഷ്ട്രപതിയാകാനാണ് താങ്കളുടെ ആഗ്രഹമെന്ന്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇൻഷാ അല്ലാഹ്, ഒരുപക്ഷെ ഞാൻ ഈ മിനിസ്ട്രിയിൽ എന്റെ കഴിവ് തെളിയിച്ചാൽ, അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചാൽ, ഞാൻ ചിലപ്പോൾ ആ പദവിയിലും എത്തിപ്പെടും. ഞങ്ങളത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ താങ്കളുടെ 6 മാസത്തെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ താങ്കൾ അസംബ്ലി ഇലക്ഷനിൽ 2 സ്ഥലങ്ങളിൽ മത്സരിച്ചു, 2 സ്ഥലങ്ങളിലും ജയിക്കുകയും ചെയ്തു. പിന്നീട് രാജ്യസഭാ ഇലക്ഷനിൽ താങ്കൾ നിന്നു, അവിടെയും ജയിച്ചു. അതുകൊണ്ടും താങ്കൾ നിന്നില്ല. ഇപ്പോൾ ലോകസഭയിൽ എത്തിയിരിക്കുകയാണ്. താങ്കൾ എവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്? നോക്കൂ, ഞാൻ നിങ്ങളുടെ മുൻപിൽ തെളിയിച്ചു കഴിഞ്ഞു എനിക്ക് എല്ലാ ഇലക്ഷനിലും നിന്ന് ജയിക്കാൻ കഴിയുമെന്ന കാര്യം. പക്ഷേ താങ്കൾ ഇനിയും എന്താണ് വേണ്ടത്? ഈ സീറ്റൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുകയല്ലേ? അതെ, ഒരുപക്ഷെ മനുഷ്യന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതും വിട്ടേക്കും, എന്നിട്ട് പ്രസിഡന്റ് ആകും. അപ്പൊ നിങ്ങൾ പറയുക പ്രസിഡന്റ് ആയിരിക്കുന്നു എന്ന്. പക്ഷെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ തന്നെ താങ്കളെ കാണാൻ വേണ്ടി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നതാണ്. ഞങ്ങളുടെ വിഷസ് താങ്കളോടൊപ്പം. സർ, ഞാൻ വിചാരിക്കുന്നത് ഞാൻ സ്വയം ഒരു അംബീഷ്യസ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നാണ്. ഈ കാലത്തിൽ ഒരു ലേഡി അംബീഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതാണോ? അവരെന്താ പറയുന്നത് വെച്ചാൽ ഞാൻ വളരെ ആംബീഷ്യസ് ആണ്. ഈ കാലഘട്ടത്തിൽ ഒരു ലേഡി ആംബീഷ്യസ് ആയിരിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരു പക്ഷേ നിങ്ങൾ ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, ഒരു ലേഡി ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, ഒരാണ് നിങ്ങൾക്ക് പുരോഗമിക്കാൻ അവസരം നൽകുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കില്ല. ഒരു പക്ഷേ ഒരു സ്ത്രീ ഇങ്ങനെ ആകണമെന്ന് വിചാരിച്ച അവർ അവരുടെ പുരോഗമനത്തിന് വേണ്ടി പോരാടണം, പോരാടിക്കൊണ്ടു പോകണം. ആര് പരിശ്രമിക്കുന്നില്ലയോ അവരെ നിങ്ങൾ എന്ന് പരിശ്രമിക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കും. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾ 50 വർഷം മുൻപുള്ള സ്ത്രീകളെ പോലെ അല്ല. ഇന്ന് എല്ലാ സ്ത്രീകൾക്കും അവരുടെ അവകാശം എന്താണെന്ന് അറിയാം. അത് നേടിയെടുക്കാനും അറിയാം. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ദിവസം വിദൂരത്തിലല്ല. ഭാരത സ്ത്രീകൾ വീണ്ടും ഇവിടത്തെ അവകാശികളായി മാറും. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സാറിന്റെ ധാരാളം സുഹൃത്തുക്കൾ സ്ത്രീകളാണെന്നുള്ളത് സത്യമാണോ? നോക്കൂ, സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരാൾ എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരിക്കും? ബഹുമാനിക്കാത്ത ഒരാൾ, സ്നേഹിക്കാത്ത ഒരാൾ എങ്ങനെ ഒരു മനുഷ്യനാകും? നിങ്ങൾ ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ മകൻ ഒമർ അബ്ദുള്ള CM ആയിരുന്നപ്പോൾ നിങ്ങളും CM ആകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന്. പിന്നെ രജത് സാർ ചോദ്യം ചോദിക്കാതെ തന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു. അതായത് നിങ്ങൾ ഈ മന്ത്രിസ്ഥാനമൊക്കെ വിട്ടുകൊണ്ട് നേരിട്ട് രാഷ്ട്രപതിയാകുമെന്ന്. നിങ്ങൾ ഈ കാര്യം സമ്മതിക്കില്ലെന്നുണ്ടോ സർ? അതായത് നിങ്ങൾക്ക് നേരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളുടെ കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് 100% അതൊക്കെ സത്യം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആംബിഷൻ ഒന്നുമില്ലേ? ആംബിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനെ അല്ല. നിങ്ങൾക്ക് ആംബിഷൻ ഇല്ലെങ്കിൽ അവൻ എങ്ങനെയുള്ള മനുഷ്യനാണ്? അവന്റെ മനസ്സിൽ അവൻ ഇങ്ങനെ ആകണമെന്നില്ലെങ്കിൽ ഈ കുറ്റാരോപണം സത്യമാണോ അല്ലയോ? അത് പക്ഷെ ഇതല്ല, ഇതിനേക്കാളും 10 കുറ്റാരോപണങ്ങൾ ഞാൻ ഏൽക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ ഓടി ഒളിക്കില്ല.
ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആംബിഷൻ ഇല്ലെങ്കിൽ അവൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായോ? ഇതൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്? ഡോക്ടർ സാറിന്റെ ആംബിഷൻ നിറവേറണമെന്നാണോ? ആ പ്രഭുവിന്റെ ദയവ് ഉണ്ടാകണം. ഡോക്ടർ അബ്ദുള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്നാണോ? ഇതിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ അവരെല്ലാവരും കൈ ഉയർത്തുക. ഡോക്ടർ സാർ, ഇവിടെ ഉള്ളവരെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ആശംസകളും തങ്ങളോടൊപ്പം ഉണ്ട്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയോടാണ്. ഇപ്പോഴൊരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സ്മിത ഗുപ്തയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. मट्टी से खेलते हो बार बार किस लिए, टूटे हुए दिलों से है ये प्यार किस लिए. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയോടാണ്. അദ്ദേഹത്തിനോട് പുതിയ മിനിസ്റ്ററെ കുറിച്ച് ചോദിച്ചു, കാശ്മീരിനെ കുറിച്ച് ചോദിച്ചു, തീവ്രവാദികളെ കുറിച്ച് ചോദിച്ചു. നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും ചോദിച്ചു, നോൺ സീരിയസ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചോദിച്ചു. ഡോക്ടർ അബ്ദുള്ള എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകി. ഇനി അടുത്തതായി ഇന്നത്തെ ജഡ്ജിയായ സ്മിത ഗുപ്തയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. ഫറൂഖ് സർ, നിങ്ങൾ വിചാരണയ്ക്ക് എല്ലാ ചോദ്യത്തിനും നന്നായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ മേൽ വീണ ആരോപണങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കുറ്റവിമുക്തനായിട്ടുണ്ട്. ഫറൂഖ് സർ, നിങ്ങളെ എപ്പോഴും നാഷണലിസ്റ്റ് ആയിട്ടാണ് എല്ലാവരും വിചാരിച്ചു വച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിനെ കൂടെ നമ്മുടെ ദേശത്തിന്റെ ഭാഗമാക്കാൻ. പക്ഷേ നിങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നിങ്ങളുടെ ഭരണത്തിൽ കുറച്ച് കുറവുകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലിബറൈസേഷൻ, നിങ്ങളുടെ ധൈര്യം, തന്റെ ഇടം, പിന്നെ മാനേഴ്സ്, ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുറവുകളൊന്നും വലുതായിട്ട് കാണുന്നില്ല. ഞാൻ മാനേഴ്സിനെ പറ്റി എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, എന്തെന്നാൽ ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ അപൂർവമായി കാണുന്ന ഒരു കാഴ്ചയാണ്. കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് കാശ്മീരിൽ ഒരു മാറ്റം അനുഭവപ്പെടുന്നത്. ഭീകരവാദം ഇതുവരെയും നിന്നിട്ടില്ല, എന്നാലും അതിലൊരു മാറ്റം കാണുന്നുണ്ട്. ഞങ്ങൾ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മകൻ ഉമർ അബ്ദുള്ള കാശ്മീരിനെ നന്നായി നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, താങ്കൾ ഡൽഹിയെ നന്നായി നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കാശ്മീരിൽ സമാധാനം ഉണ്ടാക്കിയെടുക്കുമെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. പക്ഷെ പോകുന്നതിന് മുന്നേ ഞങ്ങൾ നിങ്ങൾക്കൊരു ശിക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നു. പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? കേൾക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോ ജഡ്ജ് മാഡം പറഞ്ഞതുകൊണ്ട് 2 വരി മാത്രം പാടാം. मट्टी से खेलते हो बार बार किस लिए, मट्टी से खेलते हो बार बार किस लिए, टूटे हुए दिलों से है ये प्यार किस लिए, मट्टी से खेलते हो बार बार किस लिए. ഫറൂഖ് അബ്ദുള്ള സർ ഇതുപോലെ പാടിക്കൊണ്ടേയിരിക്കും, ജനങ്ങളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ പുതിയ മിനിസ്ട്രിയിൽ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന്റെ വാല്യൂ കൂടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ പ്രോഗ്രാം ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു പുതിയ അതിഥിയോടൊപ്പം നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.